എക്സലൻസി മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് ഇബ്രാഹിം അൽ മൻസൂക്കി അദ്ദേഹം എഡ്യൂക്കേഷൻ രംഗത്ത് ചെയ്യാൻ പോകുന്ന സംഭാവനകൾ ദുബായിൽ വളരെയധികം വലിയൊരു പ്രോജക്റ്റാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. Such historical place, and it's an honor for me to be here in Maharaja Sweetgar Palace. It's really happiness and historical time. Thank you. മഹാരാജാവിൻ്റെ ദീപ്ത സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊട്ടാര വളപ്പിൽ നിന്നുകൊണ്ട് ദുബായ് പട്ടണത്തിൽ മഹാരാജ സ്വാതിതിരുനാളിൻ്റെ നാമത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിക്കാൻ 113 മില്യൺ ദിർഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അൽ മസ്റൂക്കി. ഹിസ് എക്സലൻസി മുഹമ്മദ് ഇബ്രാഹിം അൽ മസ്റൂക്കി. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു തിരുവിതാംകൂർ രാജവംശത്തിലെ തമ്പുരാട്ടിമാരെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഈ സ്വാതിതിരുനാൾ മ്യൂസിയം കാണണമെന്നുള്ളത്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അത്യന്തം ഹൃദയസ്പർശമായ ഒരു നിമിഷമാണിത്. തിരുവിതാംകൂറിനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു മഹത്തായ പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോകുന്നത്. മഹാരാജ സ്വാതിതിരുനാളിൻ്റെ പേരിൽ ഒരു നൃത്തോത്സവവും സംഗീതോത്സവവും അന്താരാഷ്ട്ര തലത്തിൽ ദുബായിൽ സംഘടിപ്പിക്കണം എന്നുള്ള ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ സ്വാതിതിരുനാൾ മഹാരാജാവ് എങ്ങനെയാണോ ഈ രാജ്യത്തെ കലാകാരന്മാരെയും ഷഡ്കാല ഗോവിന്ദന്മാരടക്കമുള്ള വലിയ സംഗീതജ്ഞന്മാരെയും കവിരത്നങ്ങളെയും ആദരിച്ച ഈ കൊട്ടാരത്തിൻ്റെ വളപ്പിൽ നിന്നുകൊണ്ട് നാളെയുടെ തലമുറയിലും അത്തരമൊരു സംസ്കാരം ലോകത്തിൻ്റെ നെറുകയിൽ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി വന്നിരിക്കുന്ന ഹിസ് എക്സലൻസിക്ക് ഈ കൊട്ടാര വളപ്പിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ. താങ്കൾക്ക് ഇനിയും ഇതുപോലുള്ള നൂറുകണക്കിന് അറബ് സമൂഹത്തിലെ ആളുകൾ നമ്മുടെ ഈ കൊട്ടാരം സന്ദർശിക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. എല്ലാ അനുഭവങ്ങളുമായിട്ടാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്ര സ്മാരകങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. വീണ്ടും ഞങ്ങൾ മടങ്ങി വരും. On the way Kanyakumari again Padmanabhapuram no single piece or different piece are joined pieces but a single piece no single different piece are joined pieces but this color also 100 years back. Why not give something back to this nice community which already served us for decades? So we thought about the school. The school ഞങ്ങൾ കോഴിക്കോട് ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുക ഭക്ഷണം കഴിക്കാൻ എവിടെ കഴിക്കാൻ ഇതെല്ലാം അമ്മ എൻ്റെ മുംബൈയിൽ നിന്ന്